ഹലോ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ക്ലാസ്സാണ്. അതായത് ഡു, ഡസ്, ഡിഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ അവസാനം വരെ കാണണം. കാരണം ഇത് അത്രയ്ക്കധികം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവർക്കും സംശയമുള്ളതുമായ ഒരു കാര്യമാണ് ഈ ഡു, ഡസ്, ഡിഡ്. കൂടുതലും ഡു, ഡസ്, ഡിഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യവും ഡു, ഡസ്, ഡിഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉപയോഗങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ക്ലാസ് കേൾക്കാനിരിക്കുന്ന എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങിയേക്കാം അല്ലേ. അപ്പോൾ ഞാൻ ഡു യു ഹാവ് അത് വെച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയാണ്? ഡു യു ഹാവ് എ പെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡു യു ഹാവ് എ പെൻ? നിനക്ക് പേനയുണ്ടോ? പിന്നെ എന്താണ്? ഡു യു വാണ്ട് ചോക്ലേറ്റ്? ചോക്ലേറ്റ് വേണോ? ഡു യു വാണ്ട് ടു ഈറ്റ് ചോക്ലേറ്റ്? ചോക്ലേറ്റ് കഴിക്കാൻ വേണോ? ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേൾക്കണം കേട്ടോ. ഇത് കേട്ടിട്ടേ നിങ്ങൾ ഇത് കേൾക്കാവുള്ളൂ. കാരണം അതൊക്കെ അത്രയ്ക്കധികം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ വളരെ നിർബന്ധമായി തന്നെ പറയുകയാണ്, ആ ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിലോട്ട് പോവുക. പ്ലേലിസ്റ്റിലുണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ എന്നും പറഞ്ഞ് ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് കേട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഡു, ഡസ്, ഡിഡ്. ഈ ഡു, ഡസ്, ഡിഡ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തിനായിരുന്നു? ഡൂവിൻ്റെയും ഡസ്സിൻ്റെയും പാസ്റ്റാണ് എന്ത്? ഡിഡ്. അത് മനസ്സിലാക്കാം. ഡൂവും ഡസ്സും ഉപയോഗിക്കുന്ന ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ കൂടിയാണ്? ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. ഡിഡ് ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ കൂടിയാണ്? എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും ഡിഡ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഇനി ഞാൻ പറയുകയാണ്, ഇത് ഏത് പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എങ്ങനെയായിരുന്നു നമുക്ക് ഉപയോഗിക്കേണ്ടത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്തിനായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? മറന്നുപോയോ? അതൊക്കെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ടെൻസസിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്, കയറി പഠിക്കണം കേട്ടോ. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ സ്കൂളിൽ പോകാറുണ്ട്, ഞാൻ അടുക്കളയിൽ പണിയെടുക്കാറുണ്ട്, ഞാൻ ഓഫീസിൽ പോകാറുണ്ട്, അവൾ പഠിക്കാറുണ്ട്, ഞാൻ എല്ലാ ദിവസവും സൈക്കിൾ ചവിട്ടാറുണ്ട്, ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ശീലങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഒരു യൂസ്, വൺ ഓഫ് ദ യൂസേഴ്സ് ഓഫ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അപ്പം ഞാൻ പറയാണ്, അവൾ സ്കൂളിൽ പോകാറുണ്ടെന്ന് എങ്ങനെ പറയും? അവൾ സ്കൂളിൽ പോകാറുണ്ട്, എല്ലാ ദിവസവും അവൾ സ്കൂളിൽ പോകാറുണ്ട് അല്ലേ? എങ്ങനെയാണ് പറയുന്നത്? അവൾ, ഷീ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എങ്ങനെയായിരുന്നു? സബ്ജക്റ്റ്, പിന്നെ എന്തെങ്കിലും വേണോ? വേണ്ട അല്ലേ? വെർബ് V1 ഫോമിൽ മാത്രം മതി. പിന്നെ അവിടെ എസ് ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു പോയതാണ്. ആ ക്ലാസ് ഒന്ന് കേൾക്കണം കേട്ടോ. ഷീ ഗോസ് ടു സ്കൂൾ. എന്തുകൊണ്ട് ഗോസ് വന്നു? നിങ്ങൾക്കറിയണം, അറിഞ്ഞേ പറ്റുള്ളൂ. ഷീ ഗോസ് ടു സ്കൂൾ. അവൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. ഇനി ഞാൻ ചോദിക്കുകയാണ്, അവൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ടോ? അങ്ങനെ എനിക്ക് ചോദിക്കണം. ഞാൻ അവളുടെ അമ്മയെ കണ്ടപ്പോൾ ഞാൻ അവളോട് ചോദിക്കുകയാണ്, അവളുടെ അസുഖം എല്ലാം മാറിയോ? ഇപ്പോൾ അവൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ടോ? എങ്ങനെയാണ് ഞാൻ ചോദിക്കേണ്ടത്? ആ സമയത്താണ് നമുക്ക് ഡൂവും ഡസ്സും ഉപയോഗിക്കേണ്ടത്. ഷീ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ നമുക്ക് ഡൂ ആണോ ഡസ് ആണോ? ഇനി ഞാൻ പറയണോ? ഐ, യു, വി, ദേ, ഡൂ. ഹി, ഷീ, ഇറ്റ്, ഡസ്. അപ്പോൾ ഷീ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ ആരെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഡസ്. ഡസ് ഷീ ഗോ ടു സ്കൂൾ? അവൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ടോ? ഷീ ഗോസ് ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ അവൾ എല്ലാ ദിവസവും പോകാറുണ്ട്, ഗോസ് വന്നു. പക്ഷെ ക്വസ്റ്റ്യനിൽ ഡസ് ഷീ ഗോസ് പിന്നില്ല, കാരണം ഡസ്സിലൊരു എസ് വന്നു, പിന്നെ ഗോസ് വേണ്ട, ഗോ ടു സ്കൂൾ. ഡസ് ഷീ ഗോ ടു സ്കൂൾ? അവൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ടോ? കണ്ടോ? ഇനി അവൾ സ്കൂളിൽ പോയോ? അവൾ പോയി കഴിഞ്ഞു. പോയോ എന്ന് എങ്ങനെ ചോദിക്കണം? ഡിഡ്. കഴിഞ്ഞില്ലേ? ഡിഡ് ഷീ ഗോ ടു സ്കൂൾ? അവൾ സ്കൂളിലോട്ട് പോയോ? ഡിഡ്. കഴിഞ്ഞു പോയ കാര്യം ചേർക്കാൻ വേണ്ടി ഡിഡ് ഉപയോഗിക്കുക. പിന്നെ അപ്പം നമ്മൾ ഓർക്കും ഡിഡ് പോയോ എന്നുള്ളത് പാസ്റ്റ് അല്ലേ, അപ്പോൾ വെർബ് പാസ്റ്റ് വേണ്ട. ഞാൻ എപ്പോഴും പറയും ഡിഡ് ഒരു പാസ്റ്റാണ്, അതുകൊണ്ട് ഡിഡിന് വേറെ ഒരു പാസ്റ്റിനെ സ്വീകരിക്കില്ല. അപ്പോൾ ഡിഡ് ഷീ ഗോ ടു സ്കൂൾ? അവൾ സ്കൂളിലോട്ട് പോയോ? ഇനി ഞാൻ പറയാണ്, ഡസ് ഹി
വാച്ച് മൂവി അറ്റ് നൈറ്റ്. രാത്രിയിൽ അവൻ സിനിമ കാണാറുണ്ടോ? എങ്ങനെയാ പറയേണ്ടത്? കാണാറുണ്ടോ? ക്വസ്റ്റ്യൻ ചോദിക്കണം. എങ്ങനെയാ? അവൻ, ഹീയുടെ കൂടെ ആരെയാ ചേർക്കേണ്ടത്? ഡസ്. ഇനി സബ്ജക്റ്റ് ആരാണ്? ഹീ. പിന്നെ കാണുക, വാച്ച്. അറ്റ് നൈറ്റ്, രാത്രിയിൽ അവൻ മൂവി കാണാറുണ്ടോ? ഡസ് ഹി വാച്ച് മൂവി അറ്റ് നൈറ്റ്, രാത്രിയിൽ അവൻ മൂവി കാണാറുണ്ടോ? മനസ്സിലായല്ലോ. ഇനി ഡു യു റീഡ് ദ ന്യൂസ് പേപ്പർ എവറി മോർണിംഗ്? നീ എല്ലാ ദിവസവും രാവിലെ പേപ്പർ വായിക്കാറുണ്ടോ? ഡു യു റീഡ് ദ ന്യൂസ് പേപ്പർ എവറി മോർണിംഗ്? നീ പേപ്പർ വായിച്ചോ എന്നെങ്ങനെയാണ് ചോദിക്കുന്നത്? പേപ്പർ നീ വായിച്ചോ എങ്ങനെ ചോദിക്കണം? ഡിഡ് യു റീഡ് ദ ന്യൂസ് പേപ്പർ? നീ ആ ന്യൂസ് പേപ്പർ വായിച്ചോ? ഇനി വെർബ് ഡിഡ് ചേർത്തെന്ന് കരുതിയിട്ട് വെർബിനി V2 വേണ്ട. കാരണം ഡിഡ് ഒരു പാസ്റ്റ് ആണ്, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. വെർബ് V2 വേണ്ട. ഡിഡ് യു റീഡ് ദ ന്യൂസ് പേപ്പർ? നിങ്ങൾ പേപ്പർ വായിച്ചോ? ഡു ഡസ് ഡിഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് സ്ഥിരമായി നമ്മുടെ ശീലങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കണമെങ്കിൽ സബ്ജക്റ്റ് നോക്കുക. ഡു ആണോ ഡസ് ആണോ എന്ന് ചേർക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ബാക്കി എന്താണെന്ന് വെച്ചാൽ പറയുക. നമ്മുടെ ശീലങ്ങൾ, പോകാറുണ്ടോ, വരാറുണ്ടോ, നീ അവളെ കാണാറുണ്ടോ, നീ വായിക്കാറുണ്ടോ, ചിന്തിക്കാറുണ്ടോ, അങ്ങനെ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ ഡു ഡസ് ഉപയോഗിക്കാം. ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞോ? നീ തുണി കഴുകി കഴിഞ്ഞോ? എങ്ങനെ ചോദിക്കണം? ഡിഡ് യു വാഷ് ക്ലോത്ത്? നീ തുണി കഴുകി കഴിഞ്ഞോ? ഡിഡ് ചേർത്തു. വാഷ്ഡ് എന്ന് വേണ്ട, ഡിഡ് വന്നു. ഡിഡ് യു വാഷ് ക്ലോത്ത്? നീ തുണി കഴുകി കഴിഞ്ഞോ? ഡിഡ് യു റൈറ്റ് എക്സാം? നീ എക്സാം എഴുതി കഴിഞ്ഞോ? പരീക്ഷ നീ എഴുതി കഴിഞ്ഞോ? ഡിഡ് യു റീഡ് ദ സ്റ്റോറി? നീ ആ സ്റ്റോറി, ആ കഥ നീ വായിച്ചോ? ഡിഡ് യു റീഡ് ദ സ്റ്റോറി? നീ ആ കഥ വായിച്ചോ? എന്തുകൊണ്ടാണ് ദ സ്റ്റോറി എന്ന് ചേർത്തത്? ആർട്ടിക്കിൾ പഠിച്ചത് ഓർക്കണം. ഈ സ്റ്റോറി ഇപ്പം നമുക്കറിയാവുന്ന ഒരു സ്റ്റോറിയാണ്, ഞാൻ വായിക്കാൻ കൊടുത്ത ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അവൾ വായിക്കുന്ന സ്റ്റോറി എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഡിഡ് യു റീഡ് ദ സ്റ്റോറി? നീ ആ സ്റ്റോറി വായിച്ചോ? മനസ്സിലായല്ലോ. ഡൂവും ഡസും ഡിഡും ചേർത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഡു ഡസ് ഡിഡ് വെച്ചിട്ട് പഠിപ്പിച്ചു നിങ്ങളെ, അല്ലേ? ഡു യു ഹാവ്, ഡു യു വാണ്ട്, ഇനി ഡു യു ലൈക്ക്. ഡു യു ലൈക്ക് എങ്ങനെയായിരുന്നു? ഡു യു ലൈക്ക് ചോക്ലേറ്റ്? നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ഫിഷ് കറി? നിങ്ങൾക്ക് ഫിഷ് കറി ഇഷ്ടമാണോ? ഡു യു ലൈക്ക് വൈറ്റ് കളർ ഡ്രസ്സ്? നിങ്ങൾക്ക് വൈറ്റ് കളർ ഡ്രസ്സ് ഇഷ്ടമാണോ? ഈ ഡു യു വെച്ചിട്ട് ഒത്തിരി ചോദിക്കാം. ഡു യു ലൈക്ക്, അതായത് ഡു യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലായോ? ഡു യു വാണ്ട്? നിങ്ങൾക്ക് വേണോ? അങ്ങനെ ചോദിക്കാം. അതൊരു സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡു യു ഹാവ്? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. ഡു യു ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പഠിച്ച സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഡൂവും ഡസും ഉപയോഗിക്കുക. സബ്ജക്റ്റ് പറയുക, പിന്നെ വെർബ് V1 ഫോമിലിടുക, പറയുക. ഇനി അതൊക്കെ ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കാനാണെങ്കിൽ ഡിഡ് ഉപയോഗിക്കുക, പിന്നെ സബ്ജക്റ്റ് പറയുക, വെർബ് V1 V2 അല്ല, V1 ഫോമിൽ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വളരെയധികം വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതായത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട് 1-2 വീഡിയോസ് കുറേ പേര് കാണാത്തവരുണ്ട്. അപ്പം അത് കാണണം. അതൊക്കെ കണ്ടാൽ ഇപ്പം ഈ ഒരു റീസെൻ്റ്ലി ഇട്ടിട്ടുള്ള വീഡിയോസുകളെല്ലാം നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങളതൊക്കെ കാണണം. അത് കണ്ടവർ വളരെ കുറവാണ്. അപ്പോൾ അതൊക്കെ കാണണം. കാരണം അത് കണ്ടതിൻ്റെ തുടർച്ചയാണ് ഈ ഒരു ഭാഗം. അതുകൊണ്ട് അത് നിങ്ങൾ കാണണം. അതായത് ഇടയ്ക്ക് കയറി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് പ്ലേലിസ്റ്റിൽ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന സെക്ഷനിലാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കിടക്കുന്നത്. നിങ്ങളതൊക്കെ ഒന്ന് നോക്കി കണ്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത ദിവസം അടുത്ത ഗ്രാമർ ക്ലാസ്സുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്